നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. വീട്ടുടമസ്ഥനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിൽ മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ ഫലങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് അവൻ സ്വപുത്രനെ അവരുടെ അടുത്തേക്ക് അയച്ചു. പുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലങ്ങൾ കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ അത് ഏൽപ്പിക്കുകയും ചെയ്യും. ഈശോ അവരോട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് ലിഖിതങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവർ തകർക്കപ്പെടും. ഇത് ആരുടെ മേൽ വീഴുന്നുവോ അത് അവനെ ധൂളിയാക്കും. പ്രധാന പുരോഹിതന്മാരും ഫരീസയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടുവാൻ നോക്കിയെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം അവർ അവനെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നു. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ഒരു ഡിസ്ക്ലെയിമർ എഴുതി കാണിക്കും. അതായത് ഇത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സമകാലീന സംഭവമായിട്ട് ബന്ധമില്ല എന്ന്. അത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് അടുത്ത കാലത്തുള്ള ഏതെങ്കിലും വ്യക്തികളെയോ സംഭവങ്ങളെയോ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന്. ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു കഥ അല്ലെങ്കിൽ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ച് കേൾക്കുക. അതായത് ഈ ഉപമ വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഉപമ ശ്രവിച്ച് കഴിഞ്ഞപ്പോൾ ഫരീസയർക്കും പ്രധാന പുരോഹിതന്മാർക്കും മനസ്സിലായി ഇവൻ തങ്ങളെപ്പറ്റിയാണ് പറയുന്നത് എന്ന്. തങ്ങളെപ്പറ്റി അങ്ങനെ വിമർശിച്ച് പറയുന്നതിന് പേരിൽ അവനെ പിടികൂടി കൊല്ലാൻ അവർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ജനക്കൂട്ടത്തെ ഭയന്ന് അവർ അതിന് മുതിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കഥ നമ്മൾ മനസ്സിലാക്കുക? അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ അതായത് ഇതിലെ ഓരോ വ്യക്തിയും ഓരോ സംഭവവും പല ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വകാല ചരിത്രവും പിന്നീട് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതിൻ്റെതുമായ ഒരു സംഗ്രഹമാണ് അവിടെ അവതരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ വീട്ടുടമസ്ഥൻ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. ആ ദൈവം പ്രത്യേകമായി വെട്ടിയൊരുക്കി തയ്യാറാക്കുന്ന ഒരു മുന്തിരിത്തോട്ടമുണ്ട്, അത് ഇസ്രായേലാണ്. അതുകൂടാതെ കാട്ടുമുന്തിരികളുണ്ട്, അത് വിജാതീയരാണ്. പക്ഷേ ഇത് ഒരു പ്രത്യേകമായ ഒരു ഫാമായിട്ട് ഒരു മുന്തിരിത്തോട്ടത്തെ ദൈവം പരിപാലിക്കുന്നു. അതിനെ ചുറ്റും വേലി കെട്ടുന്നു. ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയിൽ പലസ്തീനായിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം അതിൻ്റെ നോർത്തിൽ മലമ്പ്രദേശമാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും അത് വടക്കും തെക്കും മലകളായിട്ട് വരും. അതിൻ്റെ കിഴക്കു ഭാഗത്ത് മരുഭൂമിയാണ്, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്. അതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി. അവരെ നയിക്കുവാൻ വേണ്ടിയിട്ട് മോശ വഴിയായിട്ട് നിയമങ്ങൾ നൽകി. അതിന് മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. മുന്തിരിച്ചക്ക് എന്ന് പറയുമ്പോൾ അത് മുന്തിരിയുടെ ഫലങ്ങൾ പിഴിഞ്ഞെടുത്ത് അത് വീഞ്ഞുണ്ടാക്കുവാനുള്ളതാണ്. അതുപോലെ തന്നെ ആണ് ജെറുസലേം
ദേവാലയം. ആ ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന അനവധി മൃഗങ്ങളുടെ രക്തം സ്ക്വീസ് ചെയ്ത് അത് ഒഴുകി താഴേക്ക് ഒഴുകുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഗോപുരം സ്ഥാപിക്കുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലെ ഗോപുരം ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുവാനാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആ ജെറുസലേമിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മലമുകളിലാണ്. അത് ദൈവം അവരെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ആ ദേവാലയമാണ് അത്. അങ്ങനെ പ്രതീകാത്മകമായിട്ട് പറയുകയാണ് അതിൻ്റെ ഉത്തരവാദിത്വം, ഈ മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ ദൂരദേശത്തേക്ക് പോകുന്നു. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതായത് ദൈവം ഈജിപ്തിൽ നിന്ന് 40 സംവത്സരക്കാലം ഇസ്രായേൽ ജനത്തോടൊത്ത് യാത്ര ചെയ്തു. അതായത് അവരുടെ കൂടാരത്തിൽ സമാഗമ കൂടാരമടിച്ച് ദൈവം അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മേഘമുണ്ടായിരുന്നു. ഷെക്കീന ക്ലൗഡ് എന്നാണ് അതിന് പറയുക. അതുപോലെ തന്നെ പകല് മേഘത്തൂണായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവം അവരെ നയിക്കുന്നു. പക്ഷേ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നേരിട്ട് അവരോട് സംസാരിക്കുന്നില്ല, മറിച്ച് അവരുടെ നേതാക്കന്മാർ വഴിയായിട്ടാണ് സംസാരിക്കുക. പക്ഷേ ഈ നേതാക്കന്മാർ യഥാകാലങ്ങളിൽ ഫലം നൽകാതെ അവിശ്വസ്തരായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: യഹൂദന്മാരുടെ നിയമമനുസരിച്ച്, ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് അവർ മരം വെച്ച് പിടിപ്പിച്ചാൽ ആദ്യത്തെ 3 വർഷത്തെ ഫലങ്ങൾ അത് ആരും ഉപയോഗിക്കാൻ പാടില്ല. അത് കാരണം അത് ഇമ്മച്യൂറാണ്. 4-ാമത്തെ വർഷത്തേത് മുതലാണ് നല്ല ഫലങ്ങൾ ലഭിക്കുക. പക്ഷെ ആ നല്ല ഫലങ്ങൾ ഉടമസ്ഥന് ഉപയോഗിക്കാൻ പാടില്ല, അത് ദൈവത്തിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം. നമ്മൾ ആദ്യ ഫല തിരുനാളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങ് ഉണ്ടാകുന്ന ആദ്യത്തെ കനി അല്ലെങ്കിൽ മറ്റ് ഫലങ്ങളൊക്കെ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് കൊടുക്കും, പള്ളിയിൽ കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ 4-ാം വർഷത്തെ ഫലങ്ങളെല്ലാം ജെറുസലേം ദേവാലയത്തിൽ കൊടുക്കണം. അത് ദേവാലയത്തിൻ്റെ നടത്തിപ്പിനും പുരോഹിതന്മാരുടെ ചെലവിനും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. 5-ാമത്തെ വർഷം മുതലാണ് അത് ഉടമസ്ഥന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇസ്രായേൽ ജനത്തോട് അവരുടെ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കുന്നതിന് ദൈവം കണക്ക് ചോദിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം ഭൃത്യന്മാരെ അയക്കുന്നു. അതാണ് പ്രവാചകന്മാർ. കാരണം അവർ പലപ്പോഴും വഴിതെറ്റി പോകുന്നു. അവർ ഫലം കൊടുക്കേണ്ട സമയത്ത് ഫലം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പ്രവാചകന്മാരെ അയച്ച് അതിൻ്റെ കണക്ക് ചോദിക്കുകയാണ്. അതായത് അവർ വന്ന് ദൈവത്തിൻ്റെ മാർഗ്ഗങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഇവരെ കൊല്ലുകയാണ്, ഇവരെ ആക്രമിക്കുകയാണ്, ഇവരെ നശിപ്പിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ പ്രതിനിധികളെ അങ്ങനെ നശിപ്പിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും വീണ്ടും ഭൃത്യന്മാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ അയക്കുകയാണ്. ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പഴയ കാലത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഇന്നും ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിനിധികളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. അത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും. ആരും കല്ലെറിയുന്നില്ലായിരിക്കാം, ശാരീരികമായിട്ട് ആക്രമിക്കുന്നില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ദൈവം അല്ലെങ്കിൽ ഈ ഗൃഹനാഥൻ, കുടുംബനാഥൻ തീരുമാനിക്കുകയാണ്, ഈ പ്രവാചകന്മാരെയൊക്കെ വിട്ടതുകൊണ്ടാണല്ലോ, എൻ്റെ പ്രതിനിധികളെ വിട്ടതുകൊണ്ടാണല്ലോ ഇവർ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ മകനെ തന്നെ അയക്കാം. ആ മകൻ എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. അപ്പോൾ ഈശോ തന്നെപ്പറ്റി തന്നെ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നു, പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രവാചകന്മാരെ എല്ലാം നിങ്ങൾ ആക്രമിച്ചത് കൊണ്ട് പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്താണ് എന്നോട് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്നെ ഈ മുന്തിരിത്തോട്ടത്തിന് വെളിയിൽ കൊണ്ടുപോയി അവൻ്റെ മകനെ കൊന്ന ആ കർഷകരെ പോലെ തന്നെ നിങ്ങൾ എന്നെ ജെറുസലേമിന് വെളിയിൽ ഗാഗുൽത്താ മലയിൽ കൊണ്ടുപോയി കുരിശിലേറ്റും. അതാണ് ഈശോ അതിലൂടെ പ്രഖ്യാപിക്കുക, തനിക്ക് വരുവാനിരിക്കുന്ന കാലഘട്ടം. എന്നിട്ട് ഈശോ തൻ്റെ ശ്രോതാക്കളോട് ചോദിക്കുകയാണ്, അങ്ങനെ വന്നാൽ ഈ കൃഷിക്കാരൻ അല്ലെങ്കിൽ ഈ വീട്ടുടമസ്ഥൻ ആ ജോലിക്കാരോട് എന്ത് ചെയ്യും? അപ്പോൾ അവർ തന്നെ മറുപടി പറഞ്ഞു, ദുഷ്ടരായ ആ കൃഷിക്കാരെ അവൻ നിഷ്ഠൂരം നശിപ്പിക്കുകയും അതിന് പകരം വിശ്വസ്തരായ വേറെ ഭൃത്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതായത് ഇത് ക്രിസ്തുനാഥൻ ഇത് പറയിപ്പിക്കുന്നത് 30-ാമത്തെ ആണ്ടിലാണ്. 40 വർഷം സാവകാശം കൊടുത്തു അവർക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടി. 70-ാം ആണ്ടിൽ, ക്രിസ്തുവർഷം 70-ാം ആണ്ടിൽ ഏതാനും ചിലർ ഇസ്രായേൽക്കാർ വിപ്ലവം പ്രകടിപ്പിക്കുകയും ആ വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി റോമൻ ചക്രവർത്തിയുടെ സൈന്യാധിപനായിട്ടുള്ള ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ റോമൻ പട്ടാളം വന്ന് നിഷ്ഠൂരമായിട്ട് ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുന്നു. അവരുടെ ദേവാലയം കല്ല് ശേഷിക്കാതെ ഈശോ പ്രവചിച്ചതുപോലെ നശിപ്പിച്ചു. അതിനെ തീയിട്ട് ചാമ്പലാക്കി. ഒരവധി യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. അനവധി ആളുകളെ പല സ്ഥലങ്ങളിലേക്ക് ചിതറിച്ച് കളഞ്ഞു.
അതിൽ ഒരുപാട് പേരെ റോമിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്നു. അതിന് പകരമായിട്ട് ഒരു പുതിയ മുന്തിരിത്തോട്ടം, ആ പുതിയ മുന്തിരിത്തോട്ടത്തിന് പുതിയ കൃഷിക്കാരെ ഏൽപ്പിക്കുന്നു. അതാണ് സഭ. ആ സഭയുടെ ഉത്തരവാദിത്വം ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരെയും അവരുടെ പ്രതിനിധികളായ വൈദികരെയും അവരോടൊത്ത് പ്രവർത്തിക്കുന്ന അൽമായ പ്രതിനിധികളെയും ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഈശോ പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്നു. അതിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അനുസരിച്ച് സോളമൻ രാജാവിൻ്റെ ആ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൽപ്പന പ്രകാരം യെരൂശലേം ദേവാലയം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ 2 ഭിത്തികൾ വന്നു ചേരുന്നതാണ് മൂല. ആ മൂലക്കിടുന്ന കല്ല് കൃത്യമായി ചെത്തിയെടുത്തതും ബലവത്തുമായിരിക്കണം. ആ മൂലക്കല്ലിൽ നിന്നാണ് ചരട് പിടിച്ച് 2 സൈഡിലേക്കുമുള്ള ആ ഭിത്തികൾ അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ആശാരിമാർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പണിക്കാർ നല്ല കല്ലും ചള്ളുകല്ലും തമ്മിൽ വേർതിരിക്കുമ്പോൾ ചള്ളുകല്ലായിട്ട് കൊള്ളികളത്തെ കല്ലായിട്ട് മാറ്റിക്കളഞ്ഞ ഒരു കല്ലാണ് മൂത്താശാരി അല്ലെങ്കിൽ മെയിൻ ആർക്കിടെക്റ്റ് ആ കല്ലാണ് എടുത്തുകൊണ്ട് വന്നിട്ട് മൂലക്കല്ലായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായെ അന്നത്തെ പ്രധാന പുരോഹിതന്മാരും യഹൂദ പ്രമാണിമാരും കൊള്ളുകയല്ലാത്തവനെന്ന് പറഞ്ഞ് ഗാഗുൽത്താമലേക്ക് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. പിതാവായ ദൈവം ആ കല്ലെടുത്താണ് തൻ്റെ സഭയുടെ മൂലക്കല്ലായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, അത് ആരുടെ മേൽ, ഈ കല്ല് ആരുടെ മേൽ വീഴുന്നുവോ അത് അവനെ ധൂളിയാക്കും. അതിനുള്ള വേറൊരു പശ്ചാത്തലമുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച നെബൂഖദ്നേസർ, അതായത് ബാബിലോണിയൻ രാജാവ്, ഇസ്രായേൽ ജനത്തിൻ്റെ ആ രാജാവ് ഒരു അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് ഭീമാകാരമായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. ആ പ്രതിമയുടെ ശിരസ്, തല എന്ന് പറയുന്നത് സ്വർണം കൊണ്ടുള്ളതാണ്. എന്നാൽ അയാളുടെ ഉരം, കൈകളുമൊക്കെ വെള്ളി കൊണ്ടുള്ളതാണ്. അതിനുശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ ഉദരഭാഗങ്ങൾ അത് ഓടുകൊണ്ടുള്ളതാണ്. കാലുകൾ ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ആ കാൽപാദങ്ങളാകട്ടെ ഇരുമ്പും കളിമണ്ണും കൂടെ മിശ്രിതമാണ്. ഈ സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. എന്തോ അർത്ഥമുണ്ട്. ഈ അർത്ഥം വ്യാഖ്യാനിക്കാനായിട്ട് സ്വപ്ന വ്യാഖ്യാതാക്കളെയെല്ലാം അദ്ദേഹം വിളിപ്പിച്ചു. അവർ പറഞ്ഞു, അങ്ങ് കണ്ട സ്വപ്നം പറയാമെങ്കിൽ ഞങ്ങൾ വ്യാഖ്യാനം പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ ഒപ്പിച്ച് പറയും. അതുകൊണ്ട് ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനം പറയണം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. അങ്ങനെ അവരെ എല്ലാം കൊന്നുകളയാനായിട്ട് തീരുമാനിച്ചു. കാരണം അവരെ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് യഹൂദനായ ദാനിയേൽ, അദ്ദേഹം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവം ഇത് വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ എന്നെയും അവർ കൊന്നുകളയും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. ദാനിയേലിന് വെളിപാടുണ്ടായി. ആ ദാനിയേൽ ചെന്ന് നെബൂഖദ്നേസർ രാജാവിനോട് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, അന്ന് കണ്ട സ്വപ്നം ഇതാണ്. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥം ഇതാണ്: സ്വർണം എന്ന് പറയുന്നത്, സ്വർണം കൊണ്ടുള്ള ശിരസ് എന്ന് പറയുന്നത് അങ്ങാണ്, ബാബിലോണിയ സാമ്രാജ്യമാണ്. ഈ ബാബിലോണിയ സാമ്രാജ്യം മഹത്തായ പ്രതാപത്തിൽ കഴിയുന്നു. എന്നാൽ അതിന് ശക്തി കുറവാണ്. പക്ഷെ അതിൻ്റെ അതിൻ്റെ പിന്നാലെ വേറൊരു സാമ്രാജ്യം വരും. ആ സാമ്രാജ്യം മേദിയൻ പേർഷ്യൻ സാമ്രാജ്യമാണ്. ആ മേദിയൻ പേർഷ്യൻ സാമ്രാജ്യം ഇതിനേക്കാൾ കരുത്തുറ്റതാണ്. പക്ഷേ പ്രതാപത്തിൽ വില കുറഞ്ഞതാണ്. കാരണം വെള്ളിയാണ് സ്വർണത്തേക്കാൾ വില കുറഞ്ഞതും എന്നാൽ സ്വർണത്തേക്കാൾ ബലവത്താണ്. ഇനി മൂന്നാമത് വരുന്നത് എന്ന് പറയുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ വരുന്ന ഗ്രീക്ക് സാമ്രാജ്യമാണ്. ആ ഗ്രീക്ക് സാമ്രാജ്യം ഒന്നുകൂടി ബലവത്താണ്. കാരണം അത് ഓടുകൊണ്ട് നിർമ്മിച്ചതാണ്. വില കുറവാണ്, പക്ഷേ ശക്തി കൂടും. ഓരോ മെറ്റലും താഴോട്ട് വരും തോറും അതിൻ്റെ മെറ്റലിൻ്റെ വ്യത്യാസം വരികയാണ്. എന്നാൽ നാലാമത് വരുന്ന ഇരുമ്പെന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ്. അത് വളരെ ക്രൂരന്മാരാണ്. അത് കാരണം ഇരുമ്പ് മറ്റുള്ളവയെല്ലാം നശിപ്പിക്കാൻ ഉരുക്കിന് സാധിക്കും. അത് ശക്തി കൂടുതലാണ്. സ്വർണം പോലെയോ വെള്ളി പോലെയോ ഉരുക്ക് പോലെയോ അല്ല. അതിനേക്കാളും നാശകരമാണ്, വിനാശകരമാണ്, പക്ഷേ വില കുറവാണ്. എന്നാൽ പാദമായിട്ട് വരുന്നത് ഈ റോമൻ സാമ്രാജ്യം ഛിന്ന ഭിന്നമാകും.
ഇനി അതിൻ്റെ ആ കാൽപാദത്തെങ്കിലേക്ക് അങ്ങ് മുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു കല്ല് വന്ന് അവൻ്റെ കാൽപാദങ്ങളിൽ ഇടിക്കുകയും അത് തെറിച്ച് ഛിന്ന ഭിന്നമാവുകയും കാറ്റ് വന്ന് അതിനെ പരത്തിക്കളയുകയും ചെയ്യും. അതായത് ഈ അങ്ങയുടെ സാമ്രാജ്യത്തിന് പുറകെ പല സാമ്രാജ്യങ്ങൾ വരും. അവസാനം റോമൻ സാമ്രാജ്യവും തകർന്നു പോകും. പക്ഷേ ആ കല്ല് ഉയർന്ന ഒരു വലിയ പർവ്വതമായി ലോകം മുഴുവൻ വ്യാപിക്കും. അതാണ് സഭ. അപ്പോൾ അതുകൊണ്ട് ഈശോ മിശിഹ സ്ഥാപിക്കുവാനിരിക്കുന്ന സഭയുടെ ഭാവിയെക്കുറിച്ചാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ കല്ലിൽ വീഴുന്നവർ എന്ന് പറയുക, അത് കല്ല് വന്ന് പതിക്കുന്നതാണ്. മറ്റൊന്ന് കല്ലിൽ വന്ന് വീഴുക. നമുക്കറിയാം, പഴയ കാലത്ത് ഗോതമ്പ് കൊയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ കല്ലുണ്ടാക്കിയിട്ട് ആ കല്ലിൻ്റെ മുകളിലേക്ക് ഈ ഗോതമ്പ് അല്ലെങ്കിൽ നെല്ല് കൊയ്തതെങ്ങിടും. കാരണം അതിനകത്ത് പതിരുണ്ട്, പൊടികളുണ്ട്. അപ്പോൾ അതിനെ തമ്മിൽ വേർതിരിക്കണം. അതുകൊണ്ട് കാറ്റത്ത് ഇത് ഊതി കഴിയുമ്പോൾ അല്ലെ ഫാനിട്ട് കാറ്റുണ്ടാക്കി കഴിയുമ്പോൾ നല്ല വെയിറ്റുള്ള ധാന്യങ്ങളെല്ലാം കല്ലിനോട് ചേർന്ന് കിടക്കുകയും അല്ലാത്ത പൊടികളും കച്ചിയും തവിടും എല്ലാം ദൂരേക്ക് മാറുകയും ചെയ്യും. അത് കത്തിച്ച് കളയും. അതുപോലെ തന്നെ ഈ കല്ലാകുന്ന മിശിഹ തമ്പുരാൻ രണ്ടാമത് വരുമ്പോൾ ഈ പതിരും ഈ ഗോതമ്പും തമ്മിൽ അല്ലെങ്കിൽ ഈ ധാന്യവും പതിരും തമ്മിൽ വേർതിരിക്കുകയും ഈ നല്ലതിനല്ലാത്തതിനെയൊക്കെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഭയിൽ നമ്മൾ അംഗങ്ങളായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ഈശോ മിശിഹ സ്ഥാപിച്ച റോമൻ സാമ്രാജ്യത്തെ തുടർന്ന് വരുന്നതായ ആ സാമ്രാജ്യത്തിലാണ് നമ്മൾ ഈ മാർപ്പാപ്പ തലവനായിരിക്കുന്ന നമ്മളുടെ മെത്രാന്മാരും വൈദികരും അൽമായ പ്രേക്ഷിതരുമൊക്കെ സേവനം ചെയ്യുന്ന മുന്തിരിത്തോട്ടം. അതിൽ നമ്മളെല്ലാവരും ഓരോ ഉത്തരവാദിത്വമായിട്ട് എടുത്തവരാണ്. സഭയെന്ന് പറയുമ്പോൾ ഗാർഹിക സഭ ഉൾപ്പെടെയാണ്. നമ്മുടെ കുടുംബത്തിൽ കുടുംബനാഥ അല്ലെങ്കിൽ നമ്മളെ തൊഴിൽ മേഖലയിലുമൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലങ്ങൾ കൊടുക്കുവാൻ, സൽഫലങ്ങൾ ഉണ്ടാക്കി ദൈവത്തിൻ്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അന്ത്യവിധി നാളിൽ കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, നീ എപ്രകാരം ഫലം പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കണം, ഞാൻ നിനക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുവാനും ശരിയായ നീ തെറ്റായ വഴിയെ പോയപ്പോൾ നിന്നെ പഠിപ്പിക്കുവാനും ഞാൻ വിട്ടപ്പോൾ നീ അവനെ കല്ലെറിയുകയാണോ ചെയ്തത്, നീ അവനെ കൊല്ലുകയാണോ ചെയ്തത് എന്നതിൻ്റെ കണക്ക് കൊടുക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മുടെ അഹങ്കാരം വെടിഞ്ഞ് എളിമയോടുകൂടി വിനയത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും, നമുക്ക് ദൈവത്തിൻ്റെ ഐക്യപ്പെട്ട പ്രതിനിധികളെ അധിക്ഷേപിക്കാതെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടേതായ മക്കളായി പ്രവർത്തിക്കുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം.